ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇറാൻ ഇസ്രായേൽ US വാറ് അത് ആക്രമണം അത് അവസാനിപ്പിച്ചെങ്കിലും അല്ലെങ്കിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചെങ്കിലും കൂടിയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങൾ ലബനാനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനും തിരിച്ച് മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ അവരും ഒരു പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തന്നെയായിരിക്കണം ഇറാൻ മുൻപേ പറഞ്ഞത്, ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് വേണ്ടതെന്ന് ഇറാൻ പറഞ്ഞതിൻ്റെ ഒരു പിന്നിലുള്ള റീസൺ ഇതായിരിക്കും. കാരണം ഇത് ഒരു വ്യക്തമായ രീതിയിൽ ഈ ഒരു വാറ് ക്ലോസ് ആവുന്നില്ല, എൻഡ് ആവുന്നില്ല. അപ്പോൾ അത് ഗ്ലോബൽ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പഴയതുപോലെയുള്ള ഒരു ഭീതിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. അതിനുശേഷം ഓപ്പൺ ആയിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിരുന്നു. എന്നാൽ അതിനുശേഷം ഓപ്പണായ US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഇന്ന് നമുക്കുള്ളത് TCSൻ്റെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യും. US ഇൻഫ്ലേഷൻ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് ഇന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 2 ദിവസം അവധിയാണ്. അപ്പോൾ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഏത് രീതിയിലായിരിക്കും ഓപ്പൺ ആകുക എന്നുള്ളത് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻ പ്രോപ്പർ ഹെഡ്ജ് ഇല്ലാതെ വളരെയധികം റിസ്ക് ഉള്ള ഒരു കാര്യമായിരിക്കും. എല്ലാ ദിവസങ്ങളും വേറെ റിസ്ക് ഉണ്ടെങ്കിൽ കൂടിയും ഈ 2 ദിവസം അവധി വിത്ത് US ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റിസ്ക് എലമെൻ്റ് കൂടും. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഗ്ലോബലി നോക്കുമ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടവനായിട്ടും ടോപ്പിൽ ഗോൾഡ് 4764, സിൽവർ 75ആയി, ബിറ്റ് കോയിന് 71,000 മറികടന്നു, ബ്രന്റ് ഓയിൽ 96 ആയി. അതായത് ബ്രന്റ് ഓയിലെല്ലാം തന്നെ ഇടിഞ്ഞ് കൂൾ ഡൗൺ ആയതായിരുന്നു. ബ്രന്റ് ഓയിൽ വീണ്ടും തിരികെ കയറി 100ലേക്ക് അടക്കുന്നു. നാച്ചുറൽ ഗ്യാസും ഒരു സ്പൈക്ക് ചെയ്യുന്നു. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 23,918. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഡോ ഫ്യൂച്ചർ എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ കോസ്പി കൊറിയൻ മാർക്കറ്റ് 2% അപ്പാണ്. ജപ്പാൻ മാർക്കറ്റ് 1.6% അപ്പാണ്. പിന്നെ ഡാക്സ് CAC 40 FTSE എന്ന് പറഞ്ഞാൽ ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. എന്നാൽ ഇന്നലെ ക്ലോസ് ആയ ഡോയും നാസ്ഡാക്ക്, അതായത് ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ് പ്ലസ് ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഫ്ലാറ്റ് വിത്ത് പോസിറ്റീവാണെന്ന് പറയാം. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ഫ്യൂച്ചറും ഫ്ലാറ്റ് വിത്ത് പോസിറ്റീവാണെന്ന് പറയാം. എന്നാലും ആ ഒരു ഫിയർ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ വിക്സ് എല്ലാം തന്നെ ക്രാഷ് ചെയ്തൊന്നും താഴേക്ക് അത്ര കണ്ട് താഴേക്ക് പോകുന്നില്ല. 20% ആദ്യ ദിവസം ഫോളോ ചെയ്തു. എന്നാൽ ഇന്നലെ 3% അപ്പായി. ഇന്ത്യ വിക്സ് നിൽക്കുന്നത് 20.43, 20.43. 20.43 എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒട്ടും ഫിയർ ഇല്ലെങ്കിൽ ഇന്ത്യ വിക്സ് 10 എത്തേണ്ടതാണ്. 10 എത്തിയില്ല. 20 എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഫിയർ ഉണ്ട്, നല്ല ഒരു പ്രീമിയം ഉണ്ട്. അപ്പോൾ പുട്ട് സൈഡിൽ ഇത്രയധികം പ്രീമിയം വെറുതെ വരുന്നതല്ല, ഫിയർ ഉള്ളതുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കോഷ്യസ് ആവുക. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ട്രേഡിംഗ് എല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറിൽ തുടങ്ങാം. ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് വരാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. വിപ്രോയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണല്ലോ April 16. അന്നത്തെ ദിവസം കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനി തന്നെ കമ്പനിയുടെ സ്റ്റോക്ക് തിരികെ വാങ്ങുന്നതാണ് ഷെയർ ബൈബാക്ക്. TCS റിസൾട്ട് വന്നു. 12% ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. 32 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. JSW സ്റ്റീൽ കമ്പനി ഇവരുടെ സ്റ്റീൽ പ്രൊഡക്ഷനെല്ലാം തന്നെ 8% ഒരു വർധനവ് കമ്പനി രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇത് Q4 റിസൾട്ട് അല്ല, കമ്പനിയുടെ ബിസിനസ് റിപ്പോർട്ടാണ്. ഐഷർ മോട്ടോഴ്സ് അങ്ങനെ കമ്പനിയുടെ ആദ്യത്തെ EV ബുള്ളറ്റ് ലോഞ്ച് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ആഷ്യാന ഹൗസിംഗ് റിയാലിറ്റി കമ്പനിയാണ്. പക്ഷേ ഇവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 28 ഏക്കറിൽ അവർ മഹാരാഷ്ട്രയിൽ സീനിയർ ലിവിങ് പ്രൊജക്റ്റ് അവർ ആരംഭിച്ചിരിക്കുകയാണ്. 1,800 കോടി രൂപയുടെ. ഇപ്പോൾ കൊച്ചിയിലുമുണ്ട് ഇങ്ങനെ ലക്ഷറി സീനിയർ ലിവിങ് പ്രൊജക്റ്റുകളും സ്ഥലങ്ങളും ഉണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം പണ്ടത്തെ ഒരു വൃദ്ധസദനം, എന്താണ് അതിൻ്റെ പേര്, വൃദ്ധസദനം അതല്ല, ഇത് ലക്ഷറി
സീനിയർ സിറ്റിസണിന് ആവശ്യമായിട്ടുള്ള 24/7 ഹോസ്പിറ്റൽ, ഡോക്ടർ, പ്രോട്ടീൻ റിച്ച് ഫുഡ് അങ്ങനെയൊക്കെയുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എനിവേ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ആ കമ്പനി ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ ഒരു പ്രൊജക്റ്റ് കമ്പനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. അമർനാഗർ റിയാലിറ്റി LLPയിലെ 50% സ്റ്റേക്കും ഈ ഒരു പ്രസ്റ്റീജ് എസ്റ്റേറ്റ് അക്യൂർ ചെയ്തു. JHP ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനി 2 ഓർഡർ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. 216 കോടി രൂപയുടെ ഓർഡറാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചത്. രജ്പുത് സ്റ്റെയിൻലെസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 9 കോടി രൂപയിൽ നിന്ന് 12 കോടി രൂപയിലേക്ക് ഉയർത്തി. സ്വാത്തിക് ഗ്രീൻ എനർജി കമ്പനി അവർക്കൊരു സോളാർ PV മൊഡ്യൂൾസിൻ്റെ ഓർഡർ കമ്പനിക്ക് വെച്ചിട്ടുണ്ട്. 108 കോടി രൂപയുടെ ഓർഡർ. നിംബസ് പ്രൊജക്റ്റ് കമ്പനി അവരുടെ സംബന്ധിച്ച് പ്രീസെയിൽ അവർ മികച്ച രീതിയിലുള്ള പ്രീസെയിൽ 77% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയ പ്രീസെയിൽ റിപ്പോർട്ട് ചെയ്തു. മെഗാ നിർമ്മാൺ കമ്പനി 660 EV ചാർജിങ് പോയിൻ്റുകൾ കമ്പനി അവരുടെ പാർട്ട്ണറായിട്ടുള്ള നാഷണൽ ഹൈവേ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാൻ ധാരണയായി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കോളും പുട്ടലും ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ്. അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കോൾ അഡീഷണലെല്ലാം തന്നെ ആഡും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്ന ഒരു ഫോൾ. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകാറുള്ള വലിയൊരു സീവിയർ ഫോളൊന്നുമല്ല. അതായത് ഈ ഒരു യുദ്ധം, ഈ ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നെഗറ്റിവിറ്റിക്ക് അതിനൊരു ഫ്രഷ് നെഗറ്റിവിറ്റിയുടെ സ്വഭാവം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒരു യുദ്ധം, ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നെഗറ്റിവിറ്റിക്ക് ആദ്യ തവണയിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റിയുടെ ഇമ്പാക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം 23,850 ഉള്ളത്. ഇതിൻ്റെ PCR 0.92 ആണ്. കോൾ അഡീഷൻ കാണുന്നത് 24,000 ഉണ്ട്, 24,500 പുട്ട് അഡീഷൻ ഉള്ളത്, അതായത് റെസിസ്റ്റൻസ് സോണുള്ളത് 23,500 ആണ് നിലവിലുള്ളത്. ഏകദേശം 70,000 കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. പിന്നെ ഉള്ളത് 23,000 ആണ്. ഏകദേശം ഒരു 1,25,000 കോൺട്രാക്റ്റുകൾ 23,000-ലുണ്ട്. അതായത് 850 പോയിൻ്റ് താഴെ ആളുകൾ നിഫ്റ്റീനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 850 പോയിൻ്റ് താഴെ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് അതിലേക്ക് എത്താനായിട്ട് അത്ര സമയമൊന്നും വേണ്ട അല്ലേ. അപ്പോൾ എങ്കിലും ആളുകൾ ഷോർട്ട് ചെയ്യാനായിട്ട്, പുട്ട് ഷോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഫിയർ ഇല്ല. ഈവൻ വിക്സ് 20 ആയിട്ട് കൂടിയും. അപ്പോൾ എനിവേ കാര്യങ്ങളെല്ലാം തന്നെ കലങ്ങി തെളിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വൈകിട്ട് 7 മണിക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം. കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.